വന്യജീവികളുടെ കണക്കെടുപ്പ് പോലെ തന്നെ അവയുടെ അപകട മരണത്തെപ്പറ്റിയും ഒരു കണക്ക് ഉണ്ടാവേണ്ടതാണ്. അന്വേഷണം നടക്കേണ്ടതാണ്. ഇതാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ മറ്റു വനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നത് ഇവിടെയാണ്. കൂടുതലും ആനകളും മാനും കേഴയുമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതം പെരിയാർ. രാജ്യത്തിന് മാതൃകയായ വന്യജീവി സങ്കേതങ്ങളിൽ ഒന്ന്. ആയിരത്തി 1934 ഈ വനമേഖലയെ സംരക്ഷിത പ്രദേശമാക്കിയത്. നെല്ലിക്കാമ്പട്ടി സാങ്ച്വറി എന്നായിരുന്നു പേര്. 1950 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടു. 78 കടുവാ സംരക്ഷണ കേന്ദ്രമായി. 777 ചതുരശ്ര കിലോമീറ്ററിൽ നിന്ന് 925 ചതുരശ്ര കിലോമീറ്ററായി വിസ്തൃതി ഉയർന്നു. രാജ്യത്ത് ആദ്യമായി ജനകീയ പങ്കാളിത്തത്തോടെ വനസംരക്ഷണം നടപ്പാക്കിയത് ഇവിടെയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് തേക്കടി ഉൾപ്പെടുന്ന ഈ വനമേഖല. മുപ്പത്തിരണ്ട് കടുവകളുണ്ട് ഈ കേന്ദ്രത്തിൽ. വനംവകുപ്പിന്റെ കണക്കാണ്. 160 തരം ചിത്രശലഭങ്ങൾ, ഓർക്കിഡുകൾ 145 വിധം, പാമ്പുകൾ 44 ഇനങ്ങൾ, 4 തരം മുളകൾ, വേഴാമ്പൽ അടക്കം 323 പക്ഷികൾ, 26 ചതുരശ്ര കിലോമീറ്ററിൽ തടാകം, ഇതിൽ 38 തരം മത്സ്യങ്ങൾ. ഇതൊക്കെയാണ് പെരിയാർ കടുവാ സങ്കേതത്തിന്റെ മേന്മകൾ. എന്നാൽ ഈ വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ വേദനിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മൃഗങ്ങൾ അപകടമരണങ്ങൾക്ക് ഇരയാവുന്നു. കാടിനുള്ളിലേക്കുള്ള മനുഷ്യന്റെ ഇടപെടലും അമിതമായ ടൂറിസവൽക്കരണവും മലിനീകരണവും ജീവികൾക്ക് ഭീഷണിയാകുന്നു. വന്യജീവികളുടെ കണക്കെടുപ്പ് പോലെ തന്നെ അവയുടെ അപകട മരണത്തെപ്പറ്റിയും ഒരു കണക്ക് ഉണ്ടാവേണ്ടതാണ്. അന്വേഷണം നടക്കേണ്ടതാണ്. വന്യജീവികളുടെ എണ്ണം കുറയുന്നുവെന്ന് വെളിപ്പെടുമ്പോൾ പറയാൻ ഒരു കാരണമുണ്ടാവണം. അപകടമരണം സംബന്ധിച്ച് വനംവകുപ്പിന്റെ തന്നെ കണക്കുകൾ ഇങ്ങനെയാണ്. 2006 ചെരിഞ്ഞത് 6 ആനകൾ. 2011 ഇത് 11 ഉയർന്നു. ഒരു കടുവയും ചത്തു. 2012 ചെരിഞ്ഞ ആനകളുടെ എണ്ണം 7 കടുവ 1. കഴിഞ്ഞ വർഷം 6 ആനകളാണ് ചെരിഞ്ഞത്. വാഹനങ്ങളുടെ അമിത വേഗതയാണ് അപകടമരണങ്ങൾക്ക് പ്രധാന കാരണം. വാഹനങ്ങളിടിച്ച് ചാവുന്ന ചെറുജീവികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. സീസൺ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 2000-2500 പേർക്ക് കൂടുതൽ ബോട്ട് പോകാനായിട്ടുള്ള സൗകര്യങ്ങളില്ല. പക്ഷെ ഒരു 7000-8000 പേരൊക്കെ വരാറുണ്ട്. അപ്പം അതിൽ നിന്ന് തന്നെ നമ്മൾ 3 ഇരട്ടി ആൾക്കാർ കൂടുതലായിട്ട് വരുമ്പോൾ ആർക്ക് ആണ് ഇത് ബോട്ട് സൗകര്യം ലഭിക്കുക എന്നുള്ള ഒരു വലിയൊരു മത്സരമാണ് പലപ്പോഴും നടക്കുന്നത്. അത് പലപ്പോഴും ഈ ജീവികൾ ചാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ വാഹനങ്ങളുടെ അമിത വേഗതയിലേക്കും കാര്യങ്ങൾ ചെന്നെത്തിക്കുകയാണ്. രണ്ടാമത്തെ കാരണം പ്ലാസ്റ്റിക് മാലിന്യമാണ്. ഇതും ടൂറിസ്റ്റുകൾ കാരണം സംഭവിക്കുന്നതാണ്. വിനോദസഞ്ചാരികൾ വഴിയിൽ ഉപേക്ഷിക്കുന്ന ഈ പ്ലാസ്റ്റിക് കുപ്പിയും പിന്നെ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റുകൾ, ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം, ഈ കിറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം ഭക്ഷിക്കും.
ഇപ്പൊ പന്നി, ആന ഉൾപ്പെടെ മ്ലാവ് ഇവയെല്ലാം ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉള്ളിൽ ചെല്ലുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് ഭക്ഷിച്ചു കഴിയുമ്പോൾ ഇത് കുടലിലും ആന്തരിക അവയവങ്ങളിലൊക്കെ ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ചെന്നിട്ട് ജീവികൾ ചാകുന്നത് അത് പലപ്പോഴും ഇവിടെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് പിന്നീട് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലാതെ വരിക, അതിനുശേഷം ഇത് ചാകുക, ചത്തതിനു ശേഷം ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും ഇതിന്റെ ആന്തരിക അവയവങ്ങൾക്കുള്ളിൽ ഈ പറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ അംശം അല്ലെങ്കിൽ ഇത് കുറെ നാൾ കഴിയുമ്പോൾ തന്നെ ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം ഇതിനും ഉണ്ടാവുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഈ നമ്മുടെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വിനോദസഞ്ചാരികൾ ധാരാളമായിട്ട് വരുമ്പോൾ അവര് കൊണ്ട് വഴി വരുന്ന ഈ പ്ലാസ്റ്റിക്കും മറ്റുള്ള സാധനങ്ങളും എല്ലാം കുരങ്ങ് ഉൾപ്പെടെയുള്ള ജീവികൾ വലിച്ച് കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകും, അതിന്റെ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ. ഇത് ഉൾക്കാട്ടിലേക്ക് വരെ ഈ പ്ലാസ്റ്റിക് ചെന്നെത്തുന്നതിന് കാരണമാവും. അജ്ഞാത രോഗങ്ങൾ കാരണവും മൃഗങ്ങൾ മരണപ്പെടുന്നു. പരിസ്ഥിതിക്ക് വിരുദ്ധമായി വനത്തിനകത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റൊരു കാരണമാണ്. ഇവിടെ പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം ഇവിടുത്തെ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വന്യജീവി സങ്കേതത്തിനുള്ളിൽ പല ഭാഗത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി വൻതോതിൽ ഇവിടെ സിമെന്റും സാധനങ്ങളും എത്തിക്കുന്നുണ്ട്. ഇങ്ങനെ എത്തിക്കുന്ന സിമെന്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇത് ഉപയോഗത്തിന് ശേഷം ഇതിന്റെ ഈ കവറ്, സിമെന്റ് ഉൾപ്പെടുന്ന പേപ്പർ കവറ് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകും. പ്ലാസ്റ്റിക് ചാക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ പണിക്കാർ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകും. അത് കൃത്യമായി അവിടെ നിന്ന് എടുത്ത് വന്യജീവി സങ്കേതത്തിന് പുറത്തേക്ക് എത്തിക്കാനായിട്ടുള്ള സംവിധാനം ഒന്നും നിലവിലില്ല. അപ്പൊ ഇവരിങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഈ പേപ്പർ കവറും മറ്റുള്ള സാധനമെല്ലാം ഈ ആന ഉൾപ്പെടെയുള്ള ജീവികൾ ഭക്ഷിക്കുന്നു. അതിന്റെ ഉള്ളിലേക്ക് ഈ സിമെന്റ് ചെന്ന് കഴിയുമ്പോൾ കുടലെല്ലാം വെന്തിട്ട് അവശ നിലയിലായി ആന ചെരിയുന്നതാണ് സാധാരണ നിലയിൽ കണ്ടുവരുന്നത്. വേനൽക്കാലത്ത് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതും വളർത്തുമൃഗങ്ങൾ കാടുകയറുന്നതും ഒരുപോലെ ഭീഷണിയാണ്. കാട്ടിലെ മൃഗങ്ങൾക്ക് ആന്ത്രാക്സ് പോലുള്ള രോഗങ്ങൾ ബാധിക്കുന്നു. വന്യജീവികളെ കുടുക്കാനായി നാട്ടുകാർ ഉണ്ടാക്കുന്ന കെണികളിൽ അകപ്പെട്ട് മൃഗങ്ങൾ കൊല്ലപ്പെടാറുണ്ട്. 2013 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. നമ്മുടെ കുമളി ടൗണിന് സമീപം ഉള്ള ഒരു കൃഷിയിടത്തിൽ തന്നെ അവിടെ സ്ഥിരമായി ഇങ്ങനെ വേട്ടക്കാര് ഈ ജീവികളെ പിടിക്കുന്നുണ്ട്. അവിടെ വന്ന ഒരു മ്ലാവ് കഴുത്തില് കമ്പി കുരുങ്ങിയ ശേഷം ആ മ്ലാവ് ഈ കുരുക്ക് പൊട്ടിച്ച് കാട്ടിനുള്ളിലേക്ക് പോയി. ദിവസങ്ങൾക്ക് ശേഷം ഈ മ്ലാവ് തിരിച്ചു വന്നത് ഈ കഴുത്തിലെ വലിയ വ്രണവും നാട്ടുകാരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടെന്നുള്ള ഒരു മട്ടിലാണ് പുറത്തേക്ക് വന്നത്. വളരെ ദാരുണമായിട്ടുള്ള ഒരു രംഗമായിരുന്നത്. അത് പുറത്തു വന്ന് അവിടുത്തെ ജനവാസ കേന്ദ്രത്തിന് സമീപം വന്നിട്ട് ആ മ്ലാവ് അവിടെ കുറെ നേരം അത് ശബ്ദം ഉണ്ടാക്കി. അതിന് ഒന്നും കഴിയത്തില്ലാത്ത അവസ്ഥ, കഴുത്തിൽ കമ്പി കുരുങ്ങി, ആ കുരുങ്ങിയ കമ്പി വഴി അതിന്റെ കഴുത്ത് വ്രണമായ ശേഷം അതിൽ നിന്നൂടെ പുഴു അരിച്ചിറങ്ങുന്ന ഒരു രംഗമാണ് നാട്ടുകാർ കണ്ടത്. നാട്ടുകാർ തന്നെ ഉടനെ വനപാലകരെയൊക്കെ വിവരം അറിയിച്ചെങ്കിലും അവര് വരുമ്പോഴത്തേക്ക് ഈ മ്ലാവ് ചത്തു. എന്നാൽ ഇത്തരം അവസ്ഥകളിൽ രോഗകാരണവും മറ്റും കണ്ടെത്താനുള്ള സൗകര്യങ്ങൾ വന്യജീവി സങ്കേതത്തിലില്ല. ഇവിടെ 2 വർഷമായി മൃഗഡോക്ടറുടെ സേവനം ലഭ്യമല്ല. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സ്ഥിരമായൊരു ഡോക്ടറില്ല. താൽക്കാലികമായൊരു ഡോക്ടറെയാണ് ഫൗണ്ടേഷന്റെ ഇതിൽ കൊണ്ടുവെക്കുന്നത്. ആ ഡോക്ടർക്ക് തന്നെ വേണ്ടത്ര തൃപ്തികരമായ സാലറി കൊടുക്കുന്നില്ല. ഇവിടെ തന്നെ ഉണ്ടായിരുന്ന നല്ല പല ആളുകളും ഈ പെരിയാർ ടൈഗർ റിസർവ് ഉപേക്ഷിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായി. ഇതൊരു ഏതാനും ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് അവർക്ക് അവരുടെ ചില താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനും അവരുടെ ഒരു സാമ്രാജ്യമായി കെട്ടി വെച്ചിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് പ്രിസർവേഷൻ അതിന്റെ ആ ഒരു അർഹതപ്പെട്ട ആളുകളുടെ അല്ലെ അത് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു സഹായം കൂടി വേണ്ടത്ര സപ്പോർട്ട് കൂടി സ്വീകരിക്കാൻ അവരെ പ്രൊട്ടക്ട് ചെയ്ത് ഇതിന്റെ ഭാഗമായി നിർത്തേണ്ടതാണെന്നുള്ളൊരു തോന്നലിലേക്ക് ആ ഉദ്യോഗസ്ഥന്മാരുടെ ആ മനോഭാവത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല. അമിതമായി ടൂറിസത്തിന് പ്രാധാന്യം നൽകുന്നതാണ് ഈ സ്ഥിതിവിശേഷത്തിന് കാരണം. സീസണിൽ 2000 മുതൽ 7000 പേർ വരെയാണ് ഇവിടെ സന്ദർശനം നടത്തുന്നത്. ഇതോടെ വനപാലകരുടെ ശ്രദ്ധ മാറുന്നു. കണക്കുകൾ വന്യജീവി സങ്കേതം വന്യജീവികൾക്ക് സുരക്ഷിതമല്ലെന്നാണ് സൂചിപ്പിക്കുന്നത്. കാടിനുള്ളിൽ എന്തു നടക്കുന്നുവെന്നറിയാൻ മാർഗം ഉണ്ടാകണം.